എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളെ ആഗ്രഹിക്കുന്നു, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് പൂച്ച എന്ന ഫയൽ തിരഞ്ഞെടുത്തുള്ള വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെയാണ് പ്രസക്തി. മനസ്സുകൊണ്ട് ഏറെ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തി, എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? ആ വ്യക്തി നിങ്ങൾ തിരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്താനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്, എപ്പോഴും നിങ്ങളുടെ ഒപ്പം ആ വ്യക്തി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും എപ്പോഴും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുമായി പിരിഞ്ഞതിൽ, ആ വ്യക്തിയുമായി അകലേണ്ടി വന്നതിൽ ഒരുപാട് ദുഃഖം നിങ്ങൾക്കുണ്ട്. സത്യത്തിൽ ഒരു സത്യം പറഞ്ഞാൽ, നിങ്ങളുടെ ചില തെറ്റുകളും ആ വ്യക്തി അകലാൻ കാരണമായി. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്നും കുറ്റബോധം ഉണ്ടാകുന്നു. എത്ര വർഷം കഴിഞ്ഞാലും, എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കുറ്റബോധം മാറുന്നില്ല. കാരണം നിങ്ങളുടെ ചില പ്രവൃത്തി കൊണ്ടാണ് ആ വ്യക്തി പോയത്. ചില വാക്കുകൾ ആ വ്യക്തിയെ വേദനിച്ചു. അന്നത്തെ കുറേ സമ്മർദ്ദങ്ങളും അന്നത്തെ കുറച്ച് പ്രശ്നങ്ങളും, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ചില ധാരണകളും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളും, അതെല്ലാം നിങ്ങളുടെ ആ ഒരു വലിയ സൗഭാഗ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിൽ നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. പിന്നീട് നിങ്ങളത് ശരിയാക്കാനായിട്ട് ഒരുപാട് നടന്നു, പക്ഷെ നടന്നില്ല. അത് തിരിച്ചു വന്നില്ല. ആ വ്യക്തിയായിട്ടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അതിന് ശേഷം നിങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല. ഒന്നും സംസാരിക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതേക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ദുഃഖം ഉണ്ടാകുന്നു. തൻ്റെ പ്രവൃത്തികൾ, തൻ്റെ വാക്കുകൾ, പക്ഷെ നിങ്ങളൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. അന്നത്തെ സമ്മർദ്ദങ്ങൾ, അന്നത്തെ പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്ക് മനസ്സിലൊരുപാട് ദുഃഖമായി മാറിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ആ വ്യക്തിക്കായിട്ട്. എത്ര നാൾ കഴിഞ്ഞാലും ആ വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാകുമോ? കാരണം സ്നേഹിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സമയത്ത്, നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച് ഇഷ്ടപ്പെട്ട ഒരു സമയം, ആ കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. ആ കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്നും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുമോ? ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മോശമായ ചില അനുഭവങ്ങളുണ്ടായതിന് ശേഷം ആ വ്യക്തി നിങ്ങളോട് കൃത്യമായ ഒരു നിലപാടെടുത്തതിൽ ഇപ്പോൾ ആ വ്യക്തി ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അത് ആ വ്യക്തിയിൽ വരുമ്പോൾ നിങ്ങൾക്കതറിയാൻ കഴിയുന്നില്ല. ഇപ്പോഴും തിരിച്ചു വരാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്. അത് തുറന്നു പറയാൻ കഴിയുന്നില്ല. കാരണം കാലം കുറച്ച് കുറവാണെങ്കിലും കുറച്ച് നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു തീരുമാനമെടുത്ത് ഇനി തിരിച്ച് എത്താൻ സാധിക്കുമെങ്കിൽ ആ വ്യക്തി എത്തും. കാരണം നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാം. ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായി ചിന്തിച്ചൊരു കാലഘട്ടത്തിലാണ് അകൽച്ച ഉണ്ടായത്, വാക്കിൻ്റെയും പ്രവൃത്തിയും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചേക്കാം ഉടൻ തന്നെ. അതിനുള്ള സാധ്യതകളുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ അത്തരമൊരു ചിന്ത ഉരുത്തിരിയുന്നുണ്ട് എന്നുള്ളത് 100% സത്യമാണ്. നിങ്ങളത് അറിയുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ഏതായാലും നമുക്ക് രണ്ടാമത്തെ പ്രാവ് എന്ന ഫയലിലേക്ക് പോകാം. നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ടായിരുന്നു ആ വ്യക്തി പോയതിൽ. നിങ്ങളെക്കാൾ കൂടുതൽ കുറ്റബോധം ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട്. കാരണം പിരിയേണ്ടി വന്നത്
ആ വ്യക്തി കൃത്യമായൊരു നിലപാടെടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റല്ല എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും മൂലം കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തി അന്ന് കൃത്യമായൊരു നിലപാടെടുത്തെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒപ്പം ചേരാൻ കഴിയുമായിരുന്നു. പക്ഷെ ആ വ്യക്തി സ്നേഹക്കുറവ് കൊണ്ടല്ല നിലപാടെടുക്കാൻ പറ്റാതിരുന്നത്. ആ വ്യക്തി അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ്. എന്നെ ഇത്രയേറെ അന്നും ഇന്നും ഒക്കെ സ്നേഹിച്ചൊരു വ്യക്തിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഞാൻ എടുത്തില്ലല്ലോ എന്നൊരു കുറ്റബോധം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ വ്യക്തി അത് നിങ്ങളെ കണ്ട് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ നിലപാട് കൊണ്ടല്ല, ഞാൻ പല തീരുമാനങ്ങളും എടുക്കാൻ അശക്തനായിരുന്നു. എന്നിൽ വേണ്ടപ്പെട്ട ആളുകൾ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചപ്പോൾ എനിക്കത് സ്വീകരിക്കേണ്ടി വന്നു, എനിക്കത് ഉൾക്കൊള്ളേണ്ടി വന്നു, എനിക്കത് അനുസരിക്കേണ്ടി വന്നു. എൻ്റെ മനസ്സിൽ അന്നും വിഷമമുണ്ടായി, ഇന്നിപ്പോൾ കൂടുതലും വിഷമം തോന്നുന്നു. ഒന്ന് കാണുവാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നു. ഇതാണ് ആ വ്യക്തിയുടെ മനസ്സിലെ ചിന്ത. ആ വ്യക്തി ഇപ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പോവുകയാണ്. അതായത് ഒരുമിച്ച് ചേരാനും ഒരുമിച്ച് എത്താനും ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വേദന തളം കെട്ടി കിടക്കുന്നുണ്ട്. ആ വേദന എങ്ങനെയെങ്കിലും അതൊരു കുറ്റബോധമായിട്ട് മാറുകയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിണക്കമില്ലാതാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കഴിയുമെങ്കിൽ ഇനിയും ഒരുമിക്കാനും പഴയ പോലെയുള്ള ദിനങ്ങൾ ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണത്. ആ വ്യക്തിയെ വീണ്ടും ലഭിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുമോ അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ആ വ്യക്തി ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരിക്കൽ കൂടി ഒന്നായിത്തീരാൻ, ഒരിക്കൽ കൂടി ജീവിതത്തിലെ പോസിറ്റിവിറ്റിയിലേക്ക് കടന്നു വരാൻ, ഒരിക്കൽ കൂടി എല്ലാം സ്വന്തമാക്കി മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹം വഴി തുറന്നു വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ ചിന്തയും നിങ്ങളിലേക്ക് അടുത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ നിമിഷവും. ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കണ്ട് ഒന്ന് സംസാരിക്കണമെന്നാണ്. ആ സമയത്ത് നിങ്ങളും ആ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് സാധ്യമാകുന്ന ദിവസങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കുറ്റബോധമുണ്ട്. നിങ്ങളോട് എന്ത് പറയും? നല്ല നിമിഷങ്ങൾ ഇനിയും തിരിച്ചു വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.